ജനങ്ങൾക്ക് ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ പ്രതിഭാസം കാണാൻ സൗകര്യമൊരുക്കി റെസിഡൻസ് അസോസിയേഷൻ മാതൃകയായി. കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷനാണ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനുമായ മുഹമ്മദ് സാബിർ ഈഞ്ചക്കൽ തയ്യാറാക്കിയ ടെലിസ്കോപ്പിലൂടെ അപൂർവ ഭൗമ പ്രതിഭാസം വീക്ഷിക്കാൻ ജനങ്ങൾക്ക് അവസരമൊരുക്കിയത്. ടെലിസ്കോപ്പിന്റെ സഹായത്തോടെ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ പ്രതിഭാസം നേരിൽ കാണാൻ ജനങ്ങൾക്ക് വിശാലമായ സൗകര്യമൊരുക്കി കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷൻ മാതൃകയായി. അസോസിയേഷന്റെ അങ്കണത്തിൽ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനുമായ മുഹമ്മദ് സാബിർ ഈഞ്ചക്കൽ തയ്യാറാക്കിയ ടെലിസ്കോപ്പിലൂടെയാണ് അപൂർവ പ്രതിഭാസം വീക്ഷിക്കാൻ ജനങ്ങൾക്ക് അസോസിയേഷൻ അവസരമൊരുക്കിയത്. ഭൂമിയുടെ ഭ്രമണപഥത്തോടെ പൂർണ്ണചന്ദ്രൻ ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുമ്പോഴാണ് സൂപ്പർ മൂൺ പ്രതിഭാസം ദൃശ്യമാകുന്നത്. ഒരു കാലയളവിൽ 4 പൂർണ്ണചന്ദ്രന്മാർ പ്രത്യക്ഷപ്പെടുമ്പോൾ മൂന്നാമത് കാണുന്ന പൂർണ്ണചന്ദ്രനെയാണ് ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് സംഭവിക്കുന്ന പ്രതിഭാസമാണ് സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ. 10 മുതൽ 20 വർഷത്തിനിടയിലാണ് ഈ 2 പ്രതിഭാസങ്ങളും ഒരുമിച്ച് സംഭവിക്കുന്നത്. അടുത്ത സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ ദൃശ്യമാകുക 2037 ജനുവരിയിലാകും. കുട്ടികളും സ്ത്രീകളും അടക്കം 100-ലേറെ പേർ ആകാശവിസ്മയം കാണാൻ രാത്രി 11 മണി മുതൽ അസോസിയേഷന്റെ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷനായി. സൂപ്പർ മൂൺ പ്രതിഭാസത്തെക്കുറിച്ച് മുഹമ്മദ് സാബിർ ഈഞ്ചക്കൽ ക്ലാസ് നയിച്ചു. സൂപ്പർ മൂണിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ക്ലാസ് ഉപകരിച്ചു. തുടർന്ന് ബ്ലൂ മൂൺ സംഭവിക്കുന്ന 3 ദിവസവും ആകാശവിസ്മയം കാണുവാൻ അസോസിയേഷൻ അവസരമൊരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമാരായ നസീബ് ഖാൻ വരിക്കപ്പള്ളിൽ, ഹഫീസ് മുല്ലശ്ശേരി, സെക്രട്ടറിമാരായ റിയാസ് പുലരിയിൽ, സലാഷ് വാലയ്യത്ത്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സത്താർ ഈഞ്ചക്കൽ, ഹിലാൽ ഇദ്രീസ്, ജസീം കൊക്കോടൻ, സാബിറം അഷ്റഫ്, മുജീബ് നൂറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങളായ ഷാഹിന റിയാസ്, ഷജറത്ത്, അമീന, നാദിറ, നസീബ്, സീന ലിയാഖത്ത്, റഹീദ, ഹഫീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയും ഈ സജ്ജീകരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാബിർ സാർ ഇവിടെ വിശദീകരിച്ചു. ആദ്യം ഉച്ചയ്ക്കൊരു യാത്രയിലായിരുന്നപ്പോൾ നസീബ് ഖാൻ എന്നെ വിളിച്ച് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു. അപ്പോൾ തന്നെ നസീബിനോട് ഞാൻ പറഞ്ഞു, നമ്മുടെ അസോസിയേഷനിൽ ചന്ദ്രനിൽ പോയിട്ടുള്ള ഒറ്റയാളേ ഉള്ളൂ സാബിർ സാർ, പുള്ളിയെ വിളിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഫലമാണ് ഇന്നിവിടെ കാണുന്നത്. ഒരു സീൻ ഉണ്ടാവില്ല എന്നതാണ് സത്യം. ഇതിനെ കടന്നു പോകുന്നവർ തന്നെ വിചാരിക്കും ഇവന്മാർ ഈ പാതിരാത്രി എന്തെടുക്കാമെന്ന് വിചാരിക്കും. കാരണം ഇതിനെക്കുറിച്ച് വലിയ നോഹവും ഇല്ലാതെ, അറിയാതെ അല്ലെങ്കിൽ വായിക്കാത്ത ആൾക്കാരൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. ഏതായാലും ഇത് അസോസിയേഷൻ്റെ ചരിത്രത്തിലെടുത്ത് പറയാവുന്ന, എന്നും ഓർമ്മിക്കാവുന്ന തിളങ്ങുന്ന ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. അത് സജ്ജീകരിക്കാൻ വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഇതിൻ്റെ ഭാരവാഹി നേതാക്കൾക്കെല്ലാം അസോസിയേഷന്റെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനം. CDN ന്യൂസ്, കായംകുളം.